നിനക്ക് ഓർമ്മ കോളേജിൽ പഠിക്കുമ്പോഴേ എന്റെ റെക്കോർഡ്സ് എനിക്ക് എഴുതി തന്ന അവള് പറഞ്ഞടാ. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അത് നിനക്ക് ഓർമ്മ. പക്ഷെ ഇത് റിസ്ക് എടുത്ത് എന്നെ കാണാൻ അവള് വന്നു, അതും മറന്നു. എടാ ബസ്സില്ലേ ഞങ്ങള് കറങ്ങിയത്. പോട്ടെ, എന്റെ ബർത്ത്ഡേക്ക് അവള് ഗിഫ്റ്റ് വാങ്ങി തന്നു. അതെ, സീനാക്കരുത്. എന്നെ അറിയണ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉള്ളത് കേട്ടോ. പിന്നെ അവളോട് ഞാൻ സംസാരിച്ചോളാം. നീ ഈ കൊല്ലത്തിൽ അവളോട് മിണ്ടണ്ട. നിനക്ക് മാത്രം സംസാരിച്ചോ? നേരത്തെ വന്ന ഒരു സംശയം ചോദിക്കട്ടെ, നീ എപ്പോഴും വിളിക്കാറുണ്ടോ? അവനെ വിളിക്കട്ടെ. നിന്നെ ഒറ്റ സംശയത്തോട് ചോദിച്ചാണ്ടാ ഒറ്റ കുത്തിച്ചെന്നല്ലോ. എടാ നിന്റെ മുമ്പ് ഞാൻ അവളെ ഫോൺ ചെയ്യാറ്. പിന്നെ കാരണം സംസാരിക്കണം ഞാൻ അല്ലാതെ. ആരുടെ മുമ്പ് വെച്ചാണെങ്കിലും അവിടുത്തെ അവളാണല്ല. എനിക്കറിയാടാ. നീ വന്നേ, ആ മുണ്ടൊക്കെ അയച്ചിട്ട് വാ. അയച്ചിട്ടൂടാ നിന്റെ ഒക്കെ മുഖം മൂടി. ഞാനിപ്പോ വരാം. നീ മുണ്ടടിച്ചിട്ട് ആത്മീട്ടുണ്ടാവില്ല. അത് മാത്രമേ ബാക്കി കൊണ്ടുപോയി. എന്താ ചേട്ടാ? പ്രിയ, ഇവൻ രാവിലെ മുതൽ കളി ഞാൻ ചെന്നിട്ടാണ് വിളിച്ചുകൊണ്ട് വന്നത്. താൻ പോകുന്ന പറഞ്ഞ ആകെ സങ്കടത്തില്ല. എന്റെ പൊന്നു ചേട്ടാ, ഇവന്റെ വല്ല കാര്യം പറയാനാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഇത്രയും ഉത്തരവാദിത്വ ബോധമില്ലാത്ത മനുഷ്യനെ ഞാൻ ജന്മത്തെ കണ്ടിട്ടില്ല. മോളെ, ഇവനോട് ജോലി ശരിയായിട്ടുണ്ട്. ഇനി പോയിട്ട് വേണ്ടേ? അടുത്ത ആഴ്ച ജോയിൻ ചെയ്യും. അതോടെ എല്ലാ പ്രശ്നങ്ങളും തീരും. പിന്നെ മോള് ഇവന് കുറച്ച് സമയം കൂടി കൊടുക്കണം. കാര്യങ്ങളൊക്കെ ഞാൻ പൊന്നു ചേട്ടാ, ഞാൻ ഇവനെ പ്രേമിക്കാൻ തുടങ്ങിയിട്ട് 6 വർഷമായി. ഇന്നിവരെ അവൻ ഒരു പണിക്ക് പോയിട്ട് എനിക്കറിയില്ല. 2 വർഷമായിട്ട് എനിക്ക് വീട്ടിൽ പ്രപ്പോസൽസ് വന്നോണ്ടിരിക്കുക. ഞാൻ എന്തൊക്കെ പറഞ്ഞ അത് ഒഴിവാക്കുന്ന എനിക്ക് മാത്രമേ അറിയുള്ളൂ. മോളുടെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും കുറച്ച് സമയം കൂടി കൊടുക്കണം. ഇല്ലടാ, കുറച്ച് സമയം കൂടി കൊടുക്കണം. കുറച്ച് സമയം? 5 വർഷമാണോ കുറച്ച് സമയം? 5 വർഷോ? ആ, ഇവൻ എൻ്റെ അടുത്ത് 5 വർഷമാണ് ചോദിച്ചത്. എന്റെ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് പറഞ്ഞപ്പോ അവൻ എൻ്റെ അടുത്ത് പറയാ ഒരു 5 വർഷം കൂടെ വെയിറ്റ് ചെയ്യുന്നു. എനിക്ക് വയ്യ വിനോദേട്ടാ. ജെറിയുടെ പ്രപ്പോസൽ വന്നിട്ടുണ്ട്. അതന്നെ. വീട്ടിലാണെങ്കിൽ അച്ഛനത് എങ്ങനെയും നടത്തിയാ മതി എന്നുള്ള രീതിയിൽ വാശി പിടിച്ചോണ്ടിരിക്കുക. ഞാൻ എന്താ ചെയ്യണ്ട ഇപ്പൊ? ചേട്ടൻ പറ. എന്തേലും പറടാ.